ഗായ്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് ഫുൾ ബോഡി ബ്രൈറ്റനിങ് വേണ്ടിയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ ഇത് ബോഡിക്ക് മാത്രമല്ല നമ്മുടെ ഫേസിലും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മളിത് ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും. മാത്രമല്ല നമ്മുടെ ഫേസിലുണ്ടാവുന്ന ആ ഒരു പിഗ്മെൻറ്റേഷൻസ്, നമ്മുടെ കണ്ണുകളിലുണ്ടാവുന്ന കറുപ്പ്, നമ്മുടെ കഴുത്തിന് ചുറ്റുണ്ടാവുന്ന ആ ഒരു കറുപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിന് ചുറ്റും ചിലർക്കെങ്കിലും ഈ ഒരു കറുത്ത പാച്ചസ് ആയിട്ട്, ഡാർക്ക് പാച്ചസ് ആയിട്ട് ഇങ്ങനെ ചുണ്ടിന് ചുറ്റുമായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെല്ലാം റിമൂവ് ആക്കി തരാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാക്കിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നിത്യകല്യാണിയാണ്. ഈ ഒരു ചെടി അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവരുടെ വീട്ടുപറമ്പിലും അതുപോലെ തന്നെ റോഡ് സൈഡിലൊക്കെ സുലഭമായിട്ട് കാണുന്ന ഒരു ചെടി കൂടിയാണ് നമ്മുടെ ഈ ഒരു നിത്യകല്യാണി. ഈ ഒരു നിത്യകല്യാണിൻ്റെ പൂവിലായിക്കോട്ടെ, തണ്ട്, മൊട്ട്, വേര്, ഇല, എല്ലാത്തിലും തന്നെ മെഡിസിൻ പ്രോപ്പർട്ടീസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ആ ഒരു പാച്ചസ്, ഡാർക്ക് പാച്ചസ് ഒക്കെ മാറി നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ലൈറ്റ് ചെയ്യാനും ബ്രൈറ്റ് ചെയ്യാനും ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആക്കും. അതുപോലെ തന്നെ ഇപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സൺ ടാൻ്റെ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ആ സൺ ടാൻ റിമൂവ് ആക്കി തരാനായിട്ടും ഈ ഒരു പാക്ക് അടിപൊളിയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കൂ. ഇതെങ്ങനെ തയ്യാറാക്കി എടുത്തു എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കഴുകി വെച്ചിരിക്കുന്ന ഈ ഒരു നിത്യകല്യാണിയുടെ പൂവും ഇലയും തണ്ടും എല്ലാം ഞാൻ അങ്ങ് അടർത്തി മാറ്റുകയാണ്. എന്നിട്ട് നമ്മളിത് അങ്ങ് മിക്സി ബൗളിനകത്ത് ഇട്ടിട്ട് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഹോം മെയ്ഡ് റോസ് വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. റോസ് വാട്ടർ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഞാൻ കുറച്ചും കൂടി നമുക്ക് റിസൾട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടി റോസ് വാട്ടർ എടുത്തു എന്ന് മാത്രം. അത് പിന്നെ റോസ് വാട്ടർ ഇല്ലയെന്ന് കൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് നോർമലായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അതും കൂടി അങ്ങ് ചേർത്ത് മിക്സി ബൗളിനകത്തിട്ട് അടിച്ച് പേസ്റ്റാക്കി അതിൻ്റെ നീര് മാത്രമായിട്ട് ഞാൻ അങ്ങ് അടിച്ചു മാറ്റി കൊണ്ടുവരികയാണ്. ഇനി നമുക്ക് പാക്ക് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ മുൾട്ടാണി മിറ്റിയുടെ പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 ടീസ്പൂണോളം എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫേസിലും കൈക്കും മാത്രം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ മതിയാവും. അപ്പോൾ ഞാനിത് ഫുൾ ബോഡിക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 4 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഈ ഒരു മുൾട്ടാണി മിറ്റിൻ്റെ പൗഡറിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നിത്യകല്യാണിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ലെങ്തി ആയപ്പോൾ അപ്പോൾ അതിൻ്റെ പേര് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഞാനിവിടെ ആ ഒരു മുൾട്ടാണി മിറ്റിയുടെ പൗഡറിനകത്ത് നമ്മുടെ ഈ ഒരു നിത്യകല്യാണിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിത്യകല്യാണീൻ്റെ ആ ഒരു നീര് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ പിശടൊന്നും എടുത്തിട്ടില്ല. അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സാക്കി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാക്ക് റെഡി ആയിട്ടോ. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം, കയ്യിൽ, അല്ലെങ്കിൽ നമുക്ക് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിതങ്ങ് കഴുകിക്കളയാവുന്നതാണ്. ആഴ്ചയിൽ ഒരു 3 തവണ നമുക്ക് ചെയ്താൽ മതിയാവും കേട്ടോ. ഡെയിലി ചെയ്യണമെന്നില്ല. നമുക്ക് ആഴ്ചയിൽ 2-3 തവണ മാത്രം മതിയാവും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ അങ്ങനെ ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്നിലുണ്ടാവുന്ന ആ ഒരു ഡാർക്ക് പാച്ചസും അതുപോലെ തന്നെ സൺ ടാനും എല്ലാം മാറിക്കിയിട്ട് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്ത് കൊണ്ടുവരും. മാത്രമല്ല നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റും അതുപോലെ തന്നെ ഗ്ലോയിങ് ആയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ആവും. അതുപോലെ തന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ കഴുകി വന്നതിന് ശേഷം ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അല്ലാത്ത സ്കിൻ ടൈപ്പ് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് അത് അങ്ങനെ വിടാം. അതല്ല ഡ്രൈ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഒരു മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ ഫ്രം ഷംന.